ഹായ് ഹലോ ഫ്രണ്ട്സ്, മാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ കാണിച്ചു തരാം. എൻ്റെ കണ്ണു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഞാനിവിടെ വാവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങായും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ അതിനകത്തിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഏലക്കയാണ്. ഒരു ഏലക്ക, ഒരു 2-3 ഏലക്ക ഇങ്ങനെ ചെറുതായിട്ട് ചതച്ച് എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്ക ഇങ്ങനെ ചതച്ചതാണ്. അത് ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ കുറച്ച് പൊടിയും കൂടെ ബാലൻസ് കവറിലുണ്ടായിരുന്നു പാക്കറ്റിൽ, ഞാൻ അതും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ തേങ്ങായും ഗോതമ്പ് പൊടിയും ഏലക്കായും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ ആ ശർക്കര പാനി ഞാനിതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഞാനിതിനകത്തോട്ടൊന്ന് ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് പൊടി ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഒരു അരിപ്പ എടുത്തിട്ട് ആ അരിപ്പയ്ക്കകത്താണ് അരിച്ചൊഴിച്ചത്. അപ്പോൾ ആ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ആ അരിപ്പയ്ക്കകത്ത് കിട്ടും. അപ്പോൾ ആ ശർക്കര പാനിക്കകത്ത് പൊടി ഉണ്ടായിരുന്നു, എനിക്കതിനകത്തൊരു തേനീച്ചയും കിട്ടിയായിരുന്നു. അപ്പോൾ ശർക്കരയ്ക്കകത്തുള്ളതായിരുന്നിരിക്കാം ഞാൻ ശർക്കര പാനിയാക്കിയപ്പോൾ ആ തേനീച്ചയും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടാണ് ഇതിൻ്റെ മെയിൻ സാധനം വരുന്നത് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നത് ഈ ഇലയ്ക്കകത്താണ്. ഇതിൻ്റെ പേര് ഇവിടെ ഭക്ഷണയില എന്നാണ് പറയുന്നത്. എല്ലായിടത്തും എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ഭക്ഷണയില എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് ഈ മാവ് ഈ ഭക്ഷണയിലയ്ക്കകത്ത് കുറേച്ച് നിറച്ച് കൊടുക്കാമേ. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഭക്ഷണയില എടുത്തു, അതിനകത്ത് ഞാനിങ്ങനെ കുറേച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ വെന്ത് വരുമ്പോൾ ആ ഭക്ഷണയിലയുടെ മണം എല്ലാം കൂടെ ഒരു പ്രത്യേക, ഏലക്കയുടെ മണം എല്ലാം കൂടെ ആകുമ്പം പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ആ ഭക്ഷണയിലേക്കകത്തെല്ലാം ഇങ്ങനെ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഭക്ഷണയിലേക്കകത്ത് വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നെടുത്ത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ വെക്കുന്നതിന്. അങ്ങനെയല്ല, ഇങ്ങനെ നിരത്തി അടുക്കി പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ചെയ്തിട്ട് ഇത് തന്നെ ഒരു പ്രത്യേകമാണ്. ആ ഭക്ഷണയില കൈ കിട്ടുമ്പം തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാ ഇലക്കകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചു. ഇനി നമുക്കിത് വേവിച്ചെടുത്തോണ്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡലിപ്പാത്രത്തിനകത്തെല്ലാം വെച്ചു. കയറ്റി ഇഡലിപ്പാത്രം അടച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ ഭക്ഷണയില ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഭയങ്കര ചൂടാണ്. ഇച്ചിരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മണമുണ്ട്. അപ്പോൾ ഞാൻ ചൂടൊക്കെ ഊതി ആ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഞാനിങ്ങനെ നുള്ളി അതിനകത്തൊന്ന് എടുത്ത് കേട്ടോ. എടുത്തിനി നമുക്ക് തിന്ന് നോക്കാം, ടേസ്റ്റ് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. ഭക്ഷണയിലയുടെ രുചി, ഏലക്കയുടെ എല്ലാം രുചിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടണൊക്കെ. പുതിയ വീഡിയോയുമായി